എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ക്രാക്കർ അവനാണെങ്കിൽ വലിയ സ്ക്വാഡൊക്കെ എടുത്ത് ലൂഫിയെ വെട്ടാനായിട്ട് അവന്റെ തൊട്ടടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ വെട്ടാനായിട്ട് വാൾ വീശും. പക്ഷെ അപ്പോഴായിരിക്കും അവന്റെ നെഞ്ചിൽ തന്നെ നല്ലൊരു ഹിറ്റ് വന്ന് വീണ് അവൻ തെറിച്ചു പോകുന്നത്. ഹിറ്റ് ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ ആ മോൺസ്റ്റർ ട്രീക്കാണെങ്കിൽ ഭയങ്കര പേടി. അതങ്ങനെ പേടിച്ച് വരച്ചു നിൽക്കും. ഉടനെ നാമി അവിടെയുള്ള എല്ലാവർക്കും നേരെ ആ വിബ്രു കാർഡൊക്കെ കാണിച്ച് സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല. ലൂഫി ആണെങ്കിൽ ഇപ്പൊ നാമിയെ നോക്കി പറയും, എന്റെ 4th ഗിയർ പവർ അത് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എന്റെ അടുത്ത് ഇപ്പൊ ഒട്ടും പവറില്ല. ഒരു 10 മിനിറ്റ് എങ്കിലും എനിക്ക് അവരുടെ കയ്യിൽ പെടാതെ മാറി നിന്നേ പറ്റൂ. എങ്കിലും മാത്രമേ എനിക്ക് വീണ്ടും പവർ അബ്സോർബ് ചെയ്ത് അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കാനാവൂ. അത് കേൾക്കേണ്ട താമസം നാമി അവൾ ആ ചെടികളോട് ലൂഫിയെ സേഫ് ആക്കി ഈ മരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറയും. പക്ഷെ അവറ്റകളാണെങ്കിൽ അവൾ പറയുന്ന അനുസരിക്കാതെ മാറി നിൽക്കും. അതിന് നാമി അവൾ ആ വിബ്രു കാർഡ് വെച്ച് മോൺസ്റ്റർ ട്രീയെ പേടിപ്പിക്കുകയാണ്. ഈ മോൺസ്റ്റർ ട്രീ ആണ് ആ കാടിന്റെ കിങ്. സോ അതാണെങ്കിൽ ഇപ്പൊ ആ ചെടികളോട് പറഞ്ഞ് ആ അവറ്റകൾ എല്ലാവരും ചേർന്ന് ലൂഫിയെ കെയർഫുൾ ആയിട്ട് ആ മോൺസ്റ്റർ ട്രീയുടെ അകത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം ആ മോൺസ്റ്റർ ട്രീ അത് ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടുകയാണ്. അതിന്റെ തൊട്ടു പിന്നാലെ ക്രാക്കറും അത് ക്രിയേറ്റ് ചെയ്യുന്ന ബിസ്ക്കറ്റ് സോൾജിയേഴ്സും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ബീസ്റ്റ് ലേഡി അവളാണെങ്കിൽ അവളുടെ മിറർ ഡയമെൻഷനിൽ അങ്ങനെ നിൽക്കുകയാണ്. ആക്ച്വലി ആ കാടിന്റെ ഒത്ത നടുക്കുള്ള വീട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവളുടെ ഈ മിറർ ഡയമെൻഷൻ. നാമിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പഞ്ചില് അതിൽ ഒരുപാട് വേദന എടുത്ത് ഒരു ഭാഗത്തിരിക്കുകയാണ്. അതേസമയം ഡയമെൻഷന്റെ ഉള്ളില് നമ്മുടെ ചോപ്പറും ക്യാരറ്റും അവരാണെങ്കിൽ ഇപ്പോഴും ഓരോരോ കണ്ണാടികളിലൂടെ സാഞ്ചിയെ കണ്ടെത്താൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു മിററിൽ അവർ സാഞ്ചിയെ കാണുക. ചോപ്പറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ സാഞ്ചിയുടെ പേരൊക്കെ വിളിച്ച് ഇത് ഞാനാണ് ചോപ്പർ എന്നൊക്കെ പറയും. അടുത്ത നിമിഷം അവൻ തിരിഞ്ഞു നോക്കും. അത് സാഞ്ചിയല്ല, സാഞ്ചിയെ പോലെ തന്നെ ഇരിക്കുന്ന ഏതോ ഒരു ചാക്കാണ്. അവനാണെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ ആൾക്കാരെ കണ്ട് പേടിക്കും. നമ്മുടെ ആൾക്കാർ അവനെ കണ്ടും. അതിനുശേഷം വീണ്ടും ചോപ്പറും ക്യാരറ്റും ആ ഒരു വലിയ ഓളവും ഉരുട്ടി ഓരോരോ മിറേഴ്സായിട്ട് കയറി ഇറങ്ങി നോക്കും. കുറച്ച് കഴിയുമ്പോൾ അവരാകെ ടയർഡായി ഒരു ഭാഗത്തിരിക്കും. അപ്പാണെങ്കിൽ വലിയ എന്തോ ശബ്ദം അവരുടെ കാത് തുളയ്ക്കുകയാണ്. അവരത് എന്താണെന്ന് അറിയാൻ മിററിലൂടെ പുറത്തേക്ക് നോക്കും. അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ നമ്മുടെ ബിഗ് മോം. അവരാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നു പോവാണ്. കാരണം ഇന്നാണ് അവരുടെ മകൾ പുട്ടിങ്ങിന്റെയും നമ്മുടെ സാഞ്ചിയുടെയും എൻഗേജ്മെന്റ്. ഒരുപാട് കാലത്തിന് ശേഷം പിങ്ക് സ്മോക്ക് ഫാമിലിയെ നേരിട്ട് കാണാനും അവരോടൊപ്പം ലഞ്ച് കഴിക്കാനുള്ള സുവർണ അവസരം. നാളെ അയലാൻഡ് തന്നെ കാത്തിരുന്ന ആ മനോഹരമായ വെഡിങ്ങും. സോ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒത്തിരി സന്തോഷത്തില് ബിഗ് മോം ആണെങ്കിൽ അതുവഴി ഓടി നടക്കുകയാണ്. അത് മാത്രമല്ല, ജർമ്മ കാസ്റ്റിലാണ് സാഞ്ചി ഉള്ളതെന്നുള്ള കാര്യം അവരുടെ പരസ്പരമുള്ള ഡിസ്കഷനിൽ, ബിഗ് മോമിന്റെ പരസ്പരമുള്ള ഡിസ്കഷനിൽ നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും. അവരാണെങ്കിൽ ആ കാസ്റ്റിൽ കണ്ടെത്തി അതിലെ ഓരോരോ മിറേഴ്സ് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് സാഞ്ചി അവൻ അലിവ് കാണിച്ച ആ ഒരു ഷെഫ്. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ആദ്യമായിട്ടാണ് ഒരാള് അവൾക്ക് ഇത്രയും റെസ്പെക്ട് കൊടുക്കുന്നത്. അടുത്ത നിമിഷം ആ നെച്ചി അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ചു വലിച്ച് തല്ലി കൊല്ലുകയാണ്. അവളുടെ ശബ്ദം കേട്ട് സാഞ്ചി അവിടേക്ക് ഓടി വരും. ഒരുപാട് അടിയൊക്കെ കിട്ടി ചോര തുളുമ്പി അവൾ വീണ് കിടക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ ഉടനെ ഡോക്ടേഴ്സിനെയൊക്കെ വിളിക്കും. അതേസമയം യോഞ്ചി അവിടേക്ക് വന്ന് സാഞ്ചിയോട് പറയും, ഇതിനെല്ലാം കാരണക്കാരൻ നീയാണ് ഇവൾക്ക് ആവശ്യമില്ലാത്ത റെസ്പെക്ട് ഒക്കെ കൊടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. സാഞ്ചി ആണെങ്കിൽ അവളെ ഡോക്ടേഴ്സിന്റെ കയ്യിൽ ഏൽപ്പിച്ച് യോഞ്ചിയുടെ കൂടെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരും. ഒരു വലിയ ഡോർ തുറന്ന് ഇപ്പൊ യോഞ്ചി അവൻ ഒരുപാട് ബോട്ടിലുകളിൽ നിരത്തി വെച്ചിരിക്കുന്ന ആൾക്കാരെ കാണിച്ചു കൊടുക്കും. ഇവരാണ് ജർമിയ 66ന്റെ സോൾജിയേഴ്സ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് വീണ്ടും ആ കാട് കാണിക്കും. കാട്ടിലൂടെ ആ മോൺസ്റ്റർ ട്രീ അത് ഉഷാറായിട്ട് ഓടുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ ആ ബിസ്ക്കറ്റ് സോൾജിയേഴ്സ് അവരെത്തിക്കഴിഞ്ഞു. അവരെ കണ്ട് ഇപ്പൊ നാമിക്ക് കുറച്ച് പേടിയാവും. വേറെ വഴിയില്ല. ഇവരെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിച്ചിട്ടില്ല എങ്കിൽ ഇവർ തീർച്ചയായിട്ടും ഈ മരത്തെ കീഴടക്കി ലൂഫിയെ പുറത്തെടുത്ത് കൊന്നുകളയും. നാമിയാണെങ്കിൽ അവളുടെ തുറുപ്പ് ചീട്ട് ആ വിബ്രു കാർഡ് അത് അവളുടെ തൊട്ടു പുറകിലുള്ള ചെടികൾക്ക് നേരെ തൂക്കി കാണിക്കും. ബിഗ് മോമിന്റെ പവറുള്ള ഈ വിബ്രു കാർഡ് അത് കയ്യിൽ വെച്ചിരിക്കുന്ന ഞാനാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ ആ ബിസ്ക്കറ്റ് സോൾജിയേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യണം. അത് കേൾക്കേണ്ട താമസം അവരുടെ മുട്ടിടിക്കുകയാണ്. അയ്യോ ഇല്ല, അവറ്റകളോടൊന്നും
ഞങ്ങളെ കൊണ്ട് ഫൈറ്റ് ചെയ്യാനാവില്ല. അവരുടെ 7 അയലത്ത് ഞങ്ങൾക്ക് പവറില്ല. നിങ്ങൾ എന്തായി പറയണേ? ഞങ്ങളെ കണ്ട അത്ര പവറുള്ളവരായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് വെറും തോന്നൽ മാത്രമാണ്. ഞങ്ങൾ ഒരിക്കലും അവറ്റകളുമായിട്ട് ഫൈറ്റ് ചെയ്യില്ല. പക്ഷെ നാമിയാണെങ്കിൽ അതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും അവരെ നിർബന്ധിക്കുകയാണ്. ഗതികെട്ട് അവറ്റകളിപ്പോ ആ ബിസ്ക്കറ്റ് വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. പക്ഷെ എന്താ, അവരുടെ മുൻപിൽ ആ ചെടികൾ തോറ്റുപോകും. മറ്റൊരു ഭാഗത്ത് ആ മെയിൻ ക്രാക്കർ, അവനാണെങ്കിൽ സ്ലോ ആയിട്ടായിരിക്കും നടന്നു വരിക. പക്ഷെ അവന്റെ അടുത്തുള്ള മരങ്ങൾ ഒന്നൊന്നായിട്ട് അവൻ ക്യാഷ്വലായിട്ട് വെട്ടിയെറിയുകയാണ്. അവൻ ക്രിയേറ്റ് ചെയ്ത മരങ്ങളെ അവൻ തന്നെ വെട്ടിയെറിഞ്ഞ് അങ്ങനെ കടന്നു വരും. അവനങ്ങനെ നടന്ന് നടന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ തൊട്ടടുത്ത് എത്തുകയാണ്. സത്യത്തിൽ നാമിക്കും ഇപ്പോഴായിരിക്കും പിടികിട്ടുക അവർ ഇത്രയും നേരവും അറ്റാക്ക് ചെയ്ത് തകർത്തത് അത് ആ മെയിൻ ക്രാക്കറിന്റെ ബിസ്ക്കറ്റ് സോൾജേഴ്സിനെ ആണെന്ന്. അവന്റെ യഥാർത്ഥ രൂപമൊക്കെ കണ്ട് അവളും അങ്ങനെ പേടിച്ചു നിൽക്കും. ക്രാക്കർ ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് അടുക്കും. കാരണം നാമിയെയും ലൂഫിയെയും രണ്ടുപേരെ ഒരുമിച്ച് അവന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഒരു വെടിക്ക് 2 പക്ഷി. ക്രാക്കർ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആ മോൺസ്റ്റർ ട്രീയുടെ തൊട്ടടുത്തേക്ക് വരും. ഓഹോ, നീ അപ്പോ നൈസായിട്ട് കാല് മാറിയല്ലേ? നീ ഇപ്പോ ഇവരുടെ ടീമിൽ ചേർന്നു അല്ലേ? അതിനാ മോൺസ്റ്റർ ട്രീ ആണെങ്കിൽ പേടിച്ചു വിറയ്ക്കും. അത് സത്യാവസ്ഥ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ക്രാക്കർ അവനവന്റെ സ്ക്വാഡ് ആഞ്ഞു വീശി ആ മരത്തെ 2ആയിട്ട് വെട്ടി താഴെ ഇടുകയാണ്. നാമിക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. ഇത്രയും ടെററായിട്ട് വിയേർഡായിട്ട് ഒരാളെ അവൾ കാണുന്നത് ആദ്യമായിട്ടാണ്. നീ ആരാണ്? നീ എന്തിനു വേണ്ടിയാണ് ഇവറ്റകളെ വെട്ടിയെറിയുന്നതെന്ന് നാമി ചോദിക്കും. അതിനവനാണെങ്കിൽ ഒരു വില്ലൻ ചിരിയുമായിട്ട് നാമിയുടെ അടുത്തേക്ക് വരും. ഞാനാണ് ഈ ബിസ്ക്കറ്റ് സോൾജേഴ്സിന്റെ എല്ലാം കിങ്, സാക്ഷാൽ ക്രാക്കർ. നാമിയാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കും. ആ സമയത്ത് ക്രാക്കർ അവൻ ആ ചെടികളോടും ബാക്കിയുള്ള മരങ്ങളോടും തീർത്തു പറയും, എന്നെ സപ്പോർട്ട് ചെയ്യാതെ ഇവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെ ഒറ്റ ഒന്നിനെ പോലും ഞാൻ വെറുതെ വിടില്ല. ഞാനാണ് എൻ്റെ ഈ കൈകൊണ്ട് നിങ്ങൾക്ക് ലൈഫ് തന്നത്. അതേ കൈകൊണ്ട് നിങ്ങളുടെ ലൈഫ് അത് ഞാൻ തിരികെ എടുക്കാൻ പോവാണെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ സാഞ്ചി. അവനാണെങ്കിൽ അവരുടെ ഫാമിലിയുടെ സോൾജേഴ്സിനെ കണ്ട് ഷോക്കാവും. അവരെ ക്രിയേറ്റ് ചെയ്യുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും അവരെ കാത്തു സൂക്ഷിക്കുന്നതൊക്കെ കണ്ട് അവന് ഭയങ്കരമായിട്ട് ടെൻഷനാവും. സാഞ്ചിക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം ഇവരുടെ ജർമിയ കിങ്ഡം അതെല്ലാം തന്നെ നിലനിൽക്കുന്നത് സയൻസ്, ടെക്നോളജി ഇതിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ടെക്നോളജിയുടെ സഹായം കൊണ്ടാണ് ഇത്രയും സോൾജേഴ്സിനെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അവറ്റകളുടെ എല്ലാം ശരീരവും ബിസ്ക്കറ്റും എല്ലാം തന്നെ സിമിലർ ആണ്. ആക്ച്വലി ഇവരുടെ പപ്പ ആളാണ് ഇവിടുത്തെ സീനിയർ സയന്റിസ്റ്റ്. ഇവരുടെ പപ്പ അവർ വേഗ് ഓഫ് പങ്കിന്റെ കൂടെ പോലും വളരെ ചെറുപ്പത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈഫിന്റെ സീക്രട്ട് പോലും വേഗ് ഓഫ് പങ്ക് ആളുടെ റിസർച്ചിൽ കണ്ടെത്തിയിരുന്നു. അതിന്റെ ഒരുപാട് ഘടകങ്ങളെ കുറിച്ച് ഇവരുടെ പപ്പയ്ക്കും നന്നായിട്ട് അറിയാം. അതിനുശേഷമാണ് വിൻസ്മോക്ക് ആൾ ഒറ്റയ്ക്ക് വന്ന് ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ഇവരെ പോലുള്ള മനുഷ്യരെ കളെ പോലെ ക്രിയേറ്റ് ചെയ്തെടുത്ത് അവറ്റകൾക്ക് നല്ല പവറും ബുദ്ധിശക്തിയൊക്കെ കൊടുത്ത് ആളുടെ സോൾജിയേഴ്സ് ആക്കി മാറ്റി. ഇപ്പോ ആൾക്ക് തന്നെ വലിയൊരു സാമ്രാജ്യം അതാള് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു. ഇത്തരത്തിൽ ഒരു വമ്പൻ സോൾജിയേഴ്സ് ഇവരുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇവരുടെ അടുത്ത് ഇവരുടെ സോൾജിയേഴ്സിനെ വിലയ്ക്ക് വാങ്ങാറുണ്ട്. മാത്രമല്ല ഈ സോൾജിയേഴ്സ് എല്ലാം തന്നെ വെൽ ട്രെയിൻഡും പ്രോഗ്രാംഡുമാണ്. അവറ്റകൾക്കറിയില്ല അവറ്റകൾ വെറും ഒരു ക്ലൗൺ ആണെന്ന്. അതുമാത്രമല്ല താഞ്ചിയുടെ പപ്പ ആളാണ് അവരുടെ ലോഡ്. സോ ആള് പറയുന്നതിനെതിരായിട്ട് ഒരു ചെറുവിരൽ പോലും അവറ്റകൾ അനക്കില്ല. 20 വയസ്സുള്ള ഒരു സോൾജിയറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇവർക്ക് മിനിമം 5 വർഷമെങ്കിലും വേണം. ഇതെല്ലാം തന്നെ ഇവർ ചെയ്യുന്നത് ഹ്യൂമൻ ലൈഫ് സ്പാൻ ഉപയോഗിച്ചാണ്. സാഞ്ചിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഫ്യൂസ് പോയി അവൻ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അടുത്ത നിമിഷം അവന്റെ ബ്രദേഴ്സ് ഇച്ചിച്ചിയും നിച്ചിയും അവർ രണ്ടുപേരും ഡോറൊക്കെ തുറന്ന് അവിടേക്ക് കടന്നു വരും. ആ നിച്ചി അവന്റെ ഫേസ് കാണേണ്ട താമസം സാഞ്ചിക്ക് ആ ഷെഫ് പെണ്ണിനെ ഓർമ്മ വരും. അവൻ ചാടി എഴുന്നേറ്റ് ആ നിച്ചയെ അവനെ ചവിട്ടി താഴെ ഇടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.